നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, നിനക്ക് വട്ടാണ് എന്ന്. സാധാരണ നമ്മൾ എപ്പോഴാണ് പറയാറുള്ളത് നിനക്ക് വട്ടാണ് എന്ന്? ഒന്നുകിൽ നമുക്കൊട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം, ഇല്ല എങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം കേൾക്കുമ്പോഴാണ് നമ്മൾ പറയാറുള്ളത് നിനക്ക് വട്ടാണ് എന്ന്. ഒരിക്കൽ ഹെരോദാവ് പത്രോസിനെ തടവിലാക്കി. അതേ സമയത്ത് തന്നെ യോഹന്നാൻ്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ പത്രോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കൂടി വാതിലടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്നറിയത്തില്ല, ദൈവദൂതൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചു. കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട പത്രോസാകട്ടെ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് വാതിലടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീട്ടിൻ്റെ മുന്നിലാണ്. ഈ വീട്ടിലെത്തി വാതിൽ മുട്ടുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കാൻ വാതിലിനടുക്കലേക്ക് ഓടിയെത്തിയ ഒരു വേലക്കാരത്തി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞവൾ സന്തോഷത്തോടുകൂടെ അകത്തേക്ക് ഓടിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരോട് പറയുന്നുണ്ട്, വാതിൽക്കൽ പത്രോസ് വന്ന് നിൽപ്പുണ്ട്. അന്ന് അവൾക്ക് ലഭിച്ച മറുപടിയായിരുന്നു, നിനക്ക് ഭ്രാന്തുണ്ട്. മറ്റൊരിക്കൽ പൗലൂസിനെ റോമൻ അധികാരികളുടെ മുമ്പിൽ വിചാരണ ചെയ്യുമ്പോൾ പൗലൂസ് ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും കേട്ട റോമൻ അധികാരികൾക്ക് അതൊന്നും വിശ്വസിക്കാൻ ഒട്ടും പറ്റിയില്ല. അന്നുണ്ടായിരുന്ന റോമൻ ഗവർണറായിരുന്ന ഫെസ്തോസ് പൗലൂസിനോട് പറഞ്ഞു, ഒരുപാട് പഠിച്ചതിൻ്റെയൊക്കെ കുഴപ്പമാണ് കേട്ടോ, ഒരുപാട് അറിവ് നേടിയതിൻ്റെ ഒക്കെ കുഴപ്പമാണ്. വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും, നിനക്ക് വട്ടാണ്, നിനക്ക് ഭ്രാന്തുണ്ട്. അത്രയുമല്ല, യേശുക്രിസ്തുവിനെയും ചിലരൊക്കെ ഭ്രാന്തനാക്കിയിട്ടുണ്ട് കേട്ടോ. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. ഇത് കേട്ട ചില യഹൂദന്മാർ പറഞ്ഞു, യേശുവിന് ഭ്രാന്താണ്, നിനക്ക് ഭ്രാന്തുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്ത, നാം ആഗ്രഹിക്കാത്ത സത്യങ്ങൾ പറയുന്നവരൊക്കെ അന്നും ഇന്നും ഭ്രാന്തന്മാരാണ്. എന്നാൽ അങ്ങനെയുള്ള ഭ്രാന്തന്മാർ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഭ്രാന്തന്മാർ തെളിയിച്ച ഭ്രാന്തിൻ്റെ വെളിച്ചമാണ് സത്യത്തിൻ്റെ സൂര്യന് വെളിച്ചമേകിയത്. അങ്ങനെയുള്ള ഭ്രാന്തന്മാർ തെളിയിച്ച ഭ്രാന്തിൻ്റെ വെളിച്ചമാണ് സത്യത്തിൻ്റെ സൂര്യന് വെളിച്ചമേകിയത്. നമുക്കിഷ്ടപ്പെടുന്നത് മാത്രം പറയുന്നവരെയല്ല നമുക്ക് ആവശ്യം. സത്യം അത് അപ്രിയമായാലും തുറന്നു പറയുന്നവരെയാണ് നമുക്ക് ആവശ്യം. അപ്രിയ സത്യങ്ങളെയും സ്വീകരിക്കുന്ന ഭ്രാന്തന്മാരാകാം. ഇനി നിനക്കല്ല, നമുക്ക് ഭ്രാന്തുണ്ട്.